SNDP യോഗത്തെ പണക്കാരുടെ പോക്കറ്റിൽ ഒതുക്കാനാകില്ലെന്ന് പിണറായി വിജയൻ. ഹിറ്റ്ലറുടെ നയം ഇന്ത്യയിൽ നടപ്പാക്കുകയാണ് RSS ലക്ഷ്യമെന്നും RSSന്റെ വർഗീയത ചെയ്യേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഒപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, LDFനെതിരെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് സംഘടിതമായ ആക്രമണമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. KG ദിനകർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നുണ്ട്. ദിനകർ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പരാമർശിച്ചത്? അരുൺ, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിൻ്റെ മുഖാമുഖം പരിപാടിയിലാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ വിഷയം, സംസ്ഥാനത്ത് രാജ്യത്തെമ്പാടും വർഗീയ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. RSS BJP ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ തുടരുന്നു. അതിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്തും അവർ നടത്തുന്നത്. ഇതിന് SNDPയും കുടപിടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. വെള്ളാപ്പള്ളി അതിന് കുടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അത് വിജയിക്കില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. SNDPയിലെ അംഗങ്ങളെ, ശ്രീനാരായണീയരെ പോക്കറ്റിലാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ കുറേ പണക്കാരും ചേർന്ന് ഈഴവ സമുദായ അംഗങ്ങളെ പോക്കറ്റിലാക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. അതല്ല എങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് രാജ്യത്തെമ്പാടും ഉയർന്നു വരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന BJP SNDP സഖ്യം, വെള്ളാപ്പള്ളി സഖ്യം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദാദ്രി ഹരിയാന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൗനം പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ മൗനം അവലംബിക്കുന്നത് എന്നത് സംശയാസ്പദമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം RSSനെയും BJPയെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ്, അതല്ല എങ്കിൽ അതിലൂടെ തനിക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇക്കാര്യത്തിൽ താൻ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുസ്ലിം ലീഗ് UDFിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. മുസ്ലിം ലീഗ് ഇല്ലാതെ UDFന് നിലനിൽപ്പില്ല. അതോടൊപ്പം തന്നെ എന്നാൽ ലീഗിനെ സംബന്ധിച്ച് വേണ്ടാത്ത വ്യാമോഹം CPIMനോ LDFനോ ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, വർഗീയവൽക്കരണത്തെ എതിർക്കുന്നത് LDF ആണ്. അതുകൊണ്ട് LDFനെ ശക്തമായി ആക്രമിക്കണം, അല്ലെങ്കിൽ LDFനെ കൈകാര്യം ചെയ്യണം എന്നാണ് RSS നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ വൻ മുന്നേറ്റം LDFന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളിക്കെതിരെയും അതോടൊപ്പം തന്നെ മകൻ തുഷാറിനെതിരെയും വന്ദനയ്ക്കെതിരെയും വിജിലൻസ് റിപ്പോർട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ടുണ്ടല്ലോ ഉണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF സർക്കാരും തയ്യാറാകുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമാക്കിയ മറുപടി ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായില്ല. അതോടൊപ്പം തന്നെ അതിലൂടെ തൻ്റെ സ്വാർത്ഥ താല്പര്യം നേടുക മാത്രമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വെള്ളാപ്പള്ളിക്കെതിരെ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോ UDF സർക്കാരോ തയ്യാറാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അരുൺ.